ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോയ പണമെല്ലാം തിരിച്ചു വന്നേ പറ്റൂ. അതിനുള്ള മാർഗമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അച്ഛൻ ഒന്ന് വീണു. അയ്യോ, പേടിക്കാനൊന്നുമില്ല. വിഷ്ണു വന്നോന്നും ചോദിച്ചുകൊണ്ടുള്ള ഓട്ടം അല്ലേ? നേരം വെളുത്താ തുടങ്ങും. ഇതൊന്നും അവനറിയണ്ടല്ലോ. അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട, കെട്ടിയ ഭാര്യയെ പോലും അവന് വേണ്ട. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? പോയി എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ട് വരട്ടെന്നേ. ഞങ്ങളൊക്കെ അപ്പൊ ജീവിച്ചിരിപ്പണ്ടേ അമ്മ ഒന്ന് കാണട്ടെ. അല്ലെങ്കിൽ ഞങ്ങളുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കട്ടെ. അല്ലാതെ ഞാൻ എന്തിപ്പോ പറയാനാ? നീ വാ, അച്ഛനെ വന്നൊന്ന് കാണ്. ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടെന്ന് കരുതി അപ്പാവൊന്ന് സമാധാനിക്കെങ്കിലും ചെയ്യട്ടെ. വാടാ. രാഘവേട്ട, രാഘവേട്ട, രോഹിത് വന്നിരിക്കുന്നു. അച്ഛാ, അച്ഛാ, ഞാനാ അച്ഛാ. അച്ഛാ. വിഷ്ണു, നീ എന്തോടാ അച്ഛൻ ചത്തെന്നറിയാൻ വേണ്ടി വന്നതാന്ന്? ചത്തിട്ടില്ല, ജീവനുണ്ട് കേട്ടോ. അച്ഛാ, ഞാനാ അച്ഛാ, രോഹിതാ. ആ, നീയാണോ? രോഹിതാന്നോടാ? അതെ അച്ഛാ. നീ പോട്ടെ, നിന്റെ ചേട്ടനെ വിളിച്ചോണ്ട് വാ. ചെല്ലടാ, ചെന്നിട്ടേ അച്ഛൻ ചാവാൻ കിടക്കാന്ന് പറ. അപ്പ വരും. അപ്പോഴേ അവൻ വരത്തുള്ളൂ. അപ്പോഴേ അവൻ വരൂ. എന്നാലേ അവൻ വരത്തുള്ളൂ. എന്നാലേ അവൻ വരത്തുള്ളൂ. രോഹിത്തെ, നീ വന്നേ. എന്തോടാ നോക്കിയിരിക്കുന്നേ? അവനെ പോയി വിളിച്ചോടാ. ആ ശരി അച്ഛാ. അവനെ കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. ഡോക്ടർ വന്ന് മരുന്ന് തന്നെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം വേണ്ടത് പണം തന്നെയാ. ആ പണമാണ് നമ്മുടെ കയ്യിലില്ലാത്തത്. സത്യമ്മ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണ്ടേ? കിട്ടാനുള്ള പണം തിരിച്ചു പിടിക്കണം. അതിന് വെട്ടാനും കുത്താനും ഒന്നും നിൽക്കാതെ നിരന്തരം പിന്നാലെ നടന്ന് ചോദിച്ച് പണം വാങ്ങിക്കാൻ നോക്കണം. തരാനുള്ളവരുടെ കടയിൽ പോയി കുത്തിയിരിക്കണം. പണം തന്നിട്ട് ഇവിടുന്ന് പോകൂ എന്ന് തന്നെ പറയണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അഭിമാനമുള്ള ആരാണെങ്കിലും പണം തരും. എടാ, നമ്മുടെ മുന്നിൽ ഈ ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മാർഗം ചെയ്യാതെ പറ്റില്ലടാ. എടാ രോഹിത്തെ, നീ ഒന്ന് ഉത്സാഹിച്ച് എന്റെ ഒപ്പം നിന്നേ പറ്റൂ. പിള്ളച്ചേട്ടനും കമലിനും നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞാൻ ശ്രമിക്കാം. അടിയിടിയൊക്കെ ഒഴിവാക്കി സമാധാനപരമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. മോളെ ഡെയ്സി, ദാ ചായ ഇവിടെ വെച്ചിട്ടുണ്ടേ. മോളെ ഡെയ്സി, ഇവളെന്താ മിണ്ടാത്തത്? ഡെയ്സി, മോളെ ഡെയ്സി. ഞാൻ വിളിക്കാൻ മാത്തച്ച. ഇങ്ങനെ തിരക്ക് പിടിച്ചാൽ എങ്ങനെയാ? ഇത്തിരി സമയവും സാവകാശമൊക്കെ തരണ്ടേ? ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. എന്നാ എന്നാ എൽസമ്മേ, നമ്മുടെ മോക്ക് എന്താ പറ്റിയേ? അയ്യോ മോളെ,
മോക്കൂടി ഒരു ചായ എടുക്കട്ടെ? വേണ്ടമ്മ, ചായ കുടിക്കാനുള്ള മൂടൊന്നുമില്ല. തളർന്നൊടിഞ്ഞുള്ള വരവ് കണ്ടപ്പോ മനസ്സിലായി. ചായ കുടിച്ചാ മാറുന്ന ക്ഷീണമാണെങ്കിൽ മാറട്ടെ എന്ന് കരുതി. ഇതൊന്നും ഒരു ചായയിൽ തീരുന്ന തളർച്ചയല്ലമ്മേ. അല്ല, അച്ഛൻ എന്തേ? സാധാരണ ഞാൻ വരുന്നത് നോക്കി വാതുക്കലിരിക്കാറുള്ള ആളാ വിഷ്ണുവേട്ടനെ തിരക്കാൻ. ഇന്ന് കണ്ടുമില്ല. പിള്ളച്ചേട്ടനെയും കണ്ടില്ലല്ലോ. അത് രാഘവേട്ടനൊന്ന് വീണു. വീണെന്നോ? എവിടെന്ന്? എവിടെ വെച്ച്? അത് വിഷ്ണുവിനെ കാണണമെന്നും പറഞ്ഞ് ഓടിയതാ. സ്റ്റെയർ കേസിൽ നിന്നാ വീണെ. തലയൊന്ന് പൊട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും കഷ്ടകാലോ അമ്മ. പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചിട്ട് ഈശ്വരന്മാർ ഇവിടുന്ന് വിടും. എനിക്ക് മടുത്തമ്മ. ഈ ജീവിതം തന്നെ വേണ്ടാന്ന് തോന്നുന്ന നിമിഷങ്ങളിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മോളെ, എന്താ ഇത്? എല്ലാവർക്കും ധൈര്യം നൽകേണ്ട നീ ഇങ്ങനെ തളർന്നു പോയാലോ? ഓരോന്ന് മനസ്സിൽ കടന്ന് തികട്ടി വരാം അമ്മ. പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വലിയൊരു പരിധി. ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ. ചായ ചൂടോടെ കൊടുക്കാന്നും പറഞ്ഞ് എടുത്തതാ. ഇടയ്ക്ക് ചോദിച്ചു വാങ്ങിച്ചു കുടിക്കുന്നതാ. ഇപ്പൊ അതുമില്ല.